Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Hey, morning. Start ചെയ്യാം നമുക്ക്. Yes, ma'am. Prayer. Okay. Let us pray. Let us pray. Let us pray to the Lord of all. He loves me. He loves you. He loves the big. He loves the small. Let us pray. Let us pray. Let us pray to the Lord of all. Thank you, ma'am. Yeah, okay, ma'am. Then okay. Next എന്താ? Also പറയാം ma'am. Yeah. Good morning, ma'am. Good morning, all of you. I am only one, but still I am one. I cannot do everything, but still I can do something. I will not refuse to do something I can do. Helen Keller. Yeah, okay. I'm sign പറഞ്ഞോട്ടെ. Good morning, ma'am. Good morning, all. A, B, C, D, E, F. Stop. Are you still singing ABCD song? Let's practice with me a song version. A, B, K, D, E, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, Y. Welcome, ma'am. Welcome, my dear friends. Today's class, signed in by Daisy Potkachi. Thank you, ma'am. Okay, Jason. Yeah. Okay, നമുക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒക്കെ മനസ്സിലായി അല്ലേ? ഓക്കെ, സോ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക് ആരൊക്കെയായിരുന്നു? ഗ്രൂപ്പ് നമ്പർ 1 ഇവിടെ. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ആരൊക്കെയായിരുന്നു? ഞാൻ, സലീമ, സാഗ. ഓക്കെ. മാം, ഞാൻ എന്റെ ഇംഗ്ലീഷ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മാം. ഞാൻ ഒരാഴ്ച പ്രാക്ടിക്കൽ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇംഗ്ലീഷ് എടുത്തിട്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ബാക്കി എവിടെ? ബാക്കി മെമ്പേഴ്സ് എവിടെ? ഇന്ന് ശരിക്കും പറഞ്ഞ അപർണ മാം ഇന്നലെ പറഞ്ഞ അപർണ മാമിന്റെ ക്ലാസ് ആണ് ഇന്നെന്ന് പറഞ്ഞിരുന്നേ. അതാ എല്ലാരും അങ്ങനെ വിചാരിച്ചേ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിചാരിച്ചു. ഓക്കെ, മനസ്സിലായത് പറഞ്ഞാൽ മതിയോ മാം? എനിക്ക് മനസ്സിലായത് റിപ്പോർട്ടിംഗ് സ്പീച്ചിന്റെ. കുഴപ്പമില്ല. നമുക്ക് വേറെ മെമ്പേഴ്സ് ഉണ്ടോ? ജ്യോതി, സലീന, സാഗറിന് വന്നിട്ടുണ്ടോന്ന് അറിയില്ല, ക്ലാസ്സിൽ ഉണ്ടോന്ന് അറിയില്ല. സലീന രണ്ടുപേരില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് എപ്പോ വേണമെങ്കിലും വരാം. അതുകൊണ്ട് എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കുക. പോർഷൻസ് എനിക്ക് പോകില്ല. 4 ടോപ്പിക് ഉള്ളൂ. അതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. മാക്സിമം പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കാം. ഓക്കെ, കാരണം ഇതിനിടയിൽ പ്രാക്ടിക്കൽ വന്നുകൊണ്ട് നമുക്ക് പോർഷൻസ് അങ്ങനെ പെട്ടെന്ന് പോകില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ് പ്രസീത. അപ്പോ ഡയറക്ട് സ്പീച്ച് അങ്ങനെ നിൽക്കട്ടെ കേട്ടോ. പാർട്ടിസിപ്പിൾ ഞാൻ പറഞ്ഞല്ലേ? യൂണിറ്റ് 12 പാർട്ടിസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? പറയൂ. ഞാൻ ഡെയിലി കയറാത്തോട്ട് ഡൗട്ടാണ് മാം, ഇല്ലെന്ന് തോന്നുന്നു. മാം, അപ്പം
മാം അപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് പ്രസന്റ് ചെയ്തതിനു ശേഷം മാത്രമേ സെക്കൻഡ് ഗ്രൂപ്പിന് പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ? ആഹാ സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? പ്രസന്റ് ആണോ എല്ലാവരും? പ്രസന്റ് ആണല്ലോ. ഞങ്ങള് സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. ആ മാം പ്രസന്റ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാല് നിങ്ങൾ ഫസ്റ്റ് ഒരിക്കൽ പറയുമോ? അപ്പോ എന്താണ് റിപ്പോർട്ടിംഗ് സ്പീച്ച്? ഏകദേശം ഒരു ഐഡിയ അവർക്ക് കൊടുക്കുമോ? റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്താന്ന് പറയും. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ മൂന്നാളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാട്ടോ നമുക്ക്. ഐഷ റീകോളും. മാം പ്രയർ എല്ലാം കഴിഞ്ഞതാ? ഫാത്തിമ സുമയ്യ പിന്നെ ഞാൻ പ്രസന്റ് ചെയ്യാം. ആ ഒരു രീതിയിൽ നമ്മൾ മൂന്നാളും ഡിവൈഡ് ചെയ്തിട്ടാ ഉള്ളത്. മാം പ്രയർ എല്ലാം കഴിഞ്ഞതാ? ഞാൻ ഇപ്പൊ വന്നത്. എന്തോ പ്രയർ എല്ലാം കഴിഞ്ഞതാണോ? എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ മാം, എന്നാ സ്റ്റാർട്ട് ചെയ്യലാ? അപ്പോ ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് സ്പീച്ചിനെ പറ്റിയിട്ടാണ്. അതായത് റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു അവിടെ പറ്റുമോ? 1 മിനിറ്റ്. ക്ലാസ് എടുക്കുമ്പോൾ അവരെ ക്യാമറ ഓൺ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചുകൂടെ നല്ലതാണ്. ഇത് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. ഒട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ വേണ്ട. മാം കാണുന്നുണ്ട്? ഓക്കെ മാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാവുന്ന എനിക്ക് വിറക്കുന്നു. ഞാൻ ഒന്നും വേണ്ട കേട്ടോ. ക്ലാസ്സിലൊക്കെ അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ പറ്റിയിട്ടാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഞാൻ അത് നോക്കിയിട്ടില്ല മാം. എന്റെ പോർഷൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട്, ഒരു സെന്റൻസ് അതായത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയാ. അതാ എനിക്ക് അറിയുന്നത്. പിന്നെ എന്റെ പോർഷനിലേക്ക് വരാൻ. ഓക്കെ, അപ്പൊ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേർബാണ്. ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേറെ വേർബ്സ് യൂസ് ചെയ്യും. പക്ഷെ നോർമലായിട്ട് അപ്പൊ ആസ്ക് എന്ന് വരുമ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാവുന്നത്. ആസ്ക് എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട്, വേർ, വിച്ച് അതെല്ലാം യൂസ്, അതിനാണ് ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയാം. അത് എന്താ പറയാ, പിന്നെ വേറെ വേർബ്സ് യൂസ് ചെയ്യെങ്കിലും നോർമലായിട്ട് ക്വസ്റ്റ്യൻ ഫോമാണ് യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ സെക്കൻഡ് പറയുന്നത് വെച്ചാല് ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഫോമും ക്വസ്റ്റ്യൻ മാർക്കും ഇല്ലാണ്ടാവും. അതൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാറും. ആ ഒരു ക്വസ്റ്റ്യൻ ഫോം സ്റ്റേറ്റ്മെന്റിലേക്ക് മാറും. ആ ഒരു സെന്റൻസിന്റെ ഓർഡർ. അതാണ് സെക്കൻഡ് പറയുന്നത്. മനസ്സിലായ എല്ലാവർക്കും? ആരും അനങ്ങാത്തത്? മനസ്സിലാവുന്നുണ്ട്. ഇത് രണ്ടാണ് എന്റെ പോർഷന്. അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആള് എടുക്കൂ. സുമയ്യാണ് അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, എന്നാല് ക്ലിയർ ആയോ? ക്ലിയർ ആയ? അവര് 2 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ടോട്ടല് 5 പോയിന്റ്സ് ആ ഉള്ളത്. അപ്പൊ 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറയോ? എക്സാമ്പിൾ എന്ന് പറയുമ്പോ നമ്മള് പിന്നെ ഷീ ആസ്ക്ഡ് വേർ ആർ യു ഗോയിങ്, അതാണ് നോർമൽ ഡയറക്റ്റ് സ്പീച്ച്. അത് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോ അവിടെ വേറെ എന്ന് വെച്ചാൽ എന്താ, ക്വസ്റ്റ്യൻ ഫോം ആണ്. അത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാണ്ടാവുകയും ചെയ്യും. അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ആവും ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു സെന്റൻസ്. അവിടെ ക്വസ്റ്റ്യൻ അത് നമുക്ക് അറിയാലോ, അവിടെ ക്വസ്റ്റ്യൻ മാർക്കും ഇല്ലാണ്ടാവും. അതൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാറുകയും ചെയ്യും. അതാ ഒരു എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹി ആസ്ക്ഡ് വാട്ട് ഈസ് യുവർ നെയിം.
അപ്പോ അത് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോ ഹി ആസ്ക്ഡ് വൈ വാട്ട് മൈ നെയിം വാസ്. അങ്ങനെയോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ മനസ്സിലായി. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. Okay, Fatima, any who's next? ഞാൻ പറയട്ടെ മാം. Yeah. Okay. ഹായ് മാം, ഐ എം സുമയ്യ. നമുക്ക് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നത്. അതിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ പരദൂഷണം പറയുക എന്ന് പറയും. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളടുത്ത് പോയി പറയുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അത് മറ്റൊരാളോട് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാകുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് മാറുന്നുണ്ട്. അതിന്റെ ആ വേർഡറിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റൊരാളടുത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മറ്റൊരാളോട് പോയി പറയുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ വേർഡ് ഓർഡർ ചേഞ്ച് ആകുന്നുണ്ട്. ഇപ്പൊ നീ അറിഞ്ഞു അവൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെയാണ് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, WH ക്വസ്റ്റ്യനും ഉണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ പോർഷൻ. അത് പറയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ പറയുമ്പോൾ ഇഫ് ഓർ വെദർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഹംഗ്രി എന്ന് പറയുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്യാൻ യു സ്വിം? നീ നീന്തുമോ? നിനക്ക് നീന്താൻ കഴിയുമോ? യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ ആണ് അതിനകത്ത് വേണ്ടുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി വാണ്ടഡ് ടു നോ വെദർ ഐ കുഡ് സ്വിം. എനിക്ക് നീന്താൻ കഴിയുമോ എന്നറിയാൻ അയാൾ ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സെയിം WH വേർഡ് തന്നെയാണ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേർ ഡു യു ലിവ്? എവിടെയാണ് നീ താമസിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷീ ആസ്ക്ഡ് മീ വേർ ഐ ലിവ്ഡ് എന്ന് വരുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ട് ടൈം ഈസ് ഇറ്റ്? ഇപ്പൊ എത്ര സമയമായി എന്നാണ് ചോദിക്കുന്നത്. എത്ര സമയമായി? ഇപ്പൊ എന്താ സമയം എന്നാണ് ചോദിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി വാണ്ടഡ് ടു നോ വാട്ട് ടൈം ഇറ്റ് വാസ് എന്നാവുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേർഡ് ഓർഡറിലല്ല, സ്റ്റേറ്റ്മെന്റ് വേർഡ് ഓർഡറിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന ഫോമിലാണ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആയിഷ പറയും. ഓക്കെ മാം, ഇത്ര വരെ ഇവര് പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഷോള് അല്ലെങ്കിൽ ഐ ഓർ വി ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതുവരെ ആസ്ക് പറഞ്ഞു, അതുപോലെ WH ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞു, അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അതൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ ഷോള് വരുമ്പോൾ അല്ലെങ്കിൽ ഷോള് വരുന്നതൊക്കെ പെർമിഷൻ ചോദിക്കുന്നതാണ്. നമ്മൾ ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് പെർമിഷൻ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സജഷൻ പറയുന്നത്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഷോൾ ഐ അല്ലെങ്കിൽ വി പ്ലസ് വേർബ് വരികയാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അത് ആസ്ക്ഡ് ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് വേർബ് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഷോൾ ഐ ഹെൽപ്പ് യു? ഹി ആസ്ക്ഡ് ഇഫ്. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ എന്താ പറയാ? ഹി ആസ്ക്ഡ് ഇഫ് ഹി ആസ്ക്ഡ് ഹി വുഡ് ഹെൽപ്പ് മീ. അതായത് ഷോൾ ഐ ഹെൽപ്പ് യു, ഹി ആസ്ക്ഡ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് എന്ത് വരും? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ ആസ്ക്ഡ് വരും. അതായത് ഹി ആസ്ക്ഡ് ഹി വുഡ് ഹെൽപ്പ് മീ, ആ ഒരു രീതിയിലേക്ക് മാറും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഷോൾ വി ഗോ ടു ദ മൂവി? ഹി ആസ്ക്ഡ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ വരിക? നേരത്തെ ഹി ആസ്ക്ഡ് വന്നു, ഇപ്പൊ എന്താ വരിക? ഷീ ആസ്ക്ഡ് വരും അല്ലെ? ഇവിടെ എന്താ നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഷോൾ വി ഗോ ടു ദ മൂവി? ഷീ ആസ്ക്ഡ് എന്നാ ചോദിച്ചിട്ടില്ലേ? അപ്പൊ ഷീ ആസ്ക്ഡ് ഫസ്റ്റ് വരും. അതിനുശേഷം എന്ത് വരും? ഇഫ് വി വുഡ് ഗോ ടു മൂവീസ്, ഇഫ് വി വുഡ് ഗോ ടു ദ
മൂവീസ്. അതായത് നമ്മളിപ്പോ ഷോള് അല്ലെ, ഷോള് എന്നുള്ള ഇത് മാറിയിട്ട് എന്ത് വരും, വുഡ് ആവും. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഷോള് മാറിയിട്ട് എന്താവും, വുഡ് ആവും. അപ്പൊ മീനിങ് സെയിം ആയിരിക്കും, പക്ഷെങ്കിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് കൺവേ ചെയ്യാണ് ഇതിൽ വരുന്നത്. ഓക്കെ ആണോ ഇത്? അതായത് ഷോള് എന്നുള്ളത് നമ്മൾ എന്തായിട്ട് മാറും, വുഡായിട്ട് മാറും. അതേ ഇവിടെ പറയുന്നുള്ളൂ മെയിൻ ആയിട്ട്. നമ്മള് ഡയറക്റ്റ് സ്പീച്ചില് ഷോളൈ അല്ലെങ്കിൽ ഷോൾ വി ആ എന്നുള്ളത് മാറിയിട്ട് എന്താവും, വുഡായിട്ട് മാറും. ഓക്കെ ആണോ അത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബിൽ തന്നെ 4 എണ്ണമാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഒന്ന് ആസ്ക് അല്ലെങ്കിൽ വാണ്ട് ടു നോ, എൻക്വയറി, വണ്ടർ. ഇപ്പൊ ആസ്ക് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. അവൾ പറഞ്ഞതുപോലെ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം ഒരാളോട് ചോദിച്ചിട്ട് മറ്റൊരാളോട് പറയുന്നതാണ് എന്ത്, ആസ്ക് എന്ന് പറയുന്നത്. വാണ്ട് ടു നോ എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഐ വാണ്ട് ടു നോ വാട്ട് ആർ യു ഡൂയിങ്, ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഇനി എൻക്വയറി ആണെങ്കിൽ നമ്മൾ ഇപ്പോ പൊളൈറ്റ് ആയിട്ട് ചോദിക്കില്ലേ, ഷീ എൻക്വയർഡ്, ലാസ്റ്റ് ഷീ എൻക്വയർഡ് എന്ന് വരുന്നത് പൊളൈറ്റ് ആയിട്ട് ചോദിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് എൻക്വയറി യൂസ് ചെയ്യുന്നത്. വണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ വണ്ടർ എന്ന് പറയുന്നത്. പൊതുവെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് നമ്മുടെ ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ someone കൺവേ വാട്ട് someone asked, അതായത് നമ്മളൊരു ഒരാള് ഒരു കാര്യം ചോദിച്ചാൽ മറ്റൊരാളോട് പറയുന്നതാണ് എന്ത്, റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ എന്തുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലെ. എന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോ എന്തില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഞാൻ എല്ലാം കൂടി ഒന്ന് ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ വേർ ഇസ് ദ മ്യൂസിയം, വേർ ഇസ് ദ മ്യൂസിയം അത് എന്തായി മാറും, ഡയറക്റ്റ് സ്പീച്ചിൽ വേർ ഇസ് ദ മ്യൂസിയം എന്നുള്ളത് എന്തായിട്ട് മാറും, ഹി ആസ്ക്ഡ് വേർ ദ മ്യൂസിയം വാസ്. അപ്പൊ എന്തായി മാറി, ഫസ്റ്റ് നമ്മളിപ്പോ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യനില് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആസ്ക്ഡ് മുമ്പിലേക്ക് വരുന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇനി ടെൻസ് ആണെങ്കിലോ ഷിഫ്റ്റ് ടു പാസ്റ്റ്, പാസ്റ്റിലേക്ക് പോകും. അതായത് ഈസ് വാസ് ആവും. അത് ഓക്കെ ആണോ? ഈസ് ഇപ്പൊ പറഞ്ഞതിന്റെ തൊട്ട് മുമ്പിലത്തെ ഒന്നും കൂടെ ഒന്ന് പറയോ? അതായത് നമ്മള് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യനില് ആസ്ക്ഡ് ആണ് ഫസ്റ്റ് വരിക. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേർ ഈസ് ദ മ്യൂസിയം, എവിടെയാണ് മ്യൂസിയം, അത് എന്തായി മാറും, ഹി ആസ്ക്ഡ് വേർ ദ മ്യൂസിയം വാസ്. അപ്പൊ എന്താ മാറുന്നത്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, അവിടെ ഹി ആസ്ക്ഡ് ഫസ്റ്റ് വന്നു അല്ലെ, ആസ്ക്ഡ് എന്നുള്ള സംഭവം ഫസ്റ്റ് വന്നു. അതുപോലെ ഈസ് എന്തായി മാറി, വാസ് ആയിട്ട് മാറി. പ്രസന്റ് എന്തായി, പാസ്റ്റിലേക്ക് മാറി. ഇനി പ്രോനൗൺ എന്താവും, ഇറ്റ് മേ ചേഞ്ച് ടു റിഫ്ലക്ട് യു ബിക്കം ഐ ഓർ ഹി. അതായത് യു എന്നുള്ളത് നമ്മൾ യു യൂസ് ചെയ്യോ, ഇല്ല. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻഡയറക്റ്റ് വരുമ്പോ യു ഒരിക്കലും യൂസ് ചെയ്യില്ല. അവിടെ എന്താ യൂസ് ചെയ്യുക, ഐ അല്ലെങ്കിൽ ഹി അല്ലെങ്കിൽ ഷിയ യൂസ് ചെയ്യുക, ഐയോ വിയോ യൂസ് ചെയ്യില്ല. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അതുപോലെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈഫ് വരും. ഞാൻ പറഞ്ഞത് സുമയ്യ പറഞ്ഞു ഈഫ് വരും അല്ലെ. അത് ഇപ്പോ ഡു യു ലൈക്ക് ഇറ്റ് അങ്ങനെ ചോദിക്കുന്നത്, ഡു യു ലൈക്ക് ഇറ്റ്, ഹി ആസ്ക്ഡ്. അപ്പൊ എന്തായിരിക്കും വരിക, ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഡു യു ലൈക്ക് ഇറ്റ്, ഹി ആസ്ക്ഡ്. അതവിടെ നമ്മള് യെസ് ഓർ നോ ക്വസ്റ്റ്യനാ വരുന്നത്. അപ്പൊ എന്താ വരിക, തമന ക്ലിയർ ആയില്ല. വെദറും ഇഫും വരുമെന്ന് പറഞ്ഞ അതാണോ വെദറും ഈഫും വരുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്തായിരിക്കും വരിക, ഈ ഡു എന്താവും കൺഫ്യൂഷൻ. ഡു എന്താവും, ഇഫ് ഐ ലൈക്ക് ഇറ്റ് അങ്ങനെ മതി, ഹി ആസ്ക്ഡ് ഇഫ് ഐ ലൈക്ക് ഇറ്റ് അങ്ങനെ മതി. അങ്ങനെ നമ്മൾ കോംപ്ലിക്കേറ്റ് ആയിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട. ഡു യു ലൈക്ക് ഇറ്റ് എന്നുള്ളത് എന്തായി മാറി, ഇഫ് ഐ ലൈക്ക്ഡ് ആയിട്ട് ലൈക്ക് ഇറ്റ് ആയി, ലൈക്ക്ഡ് ആവേ, ലൈക്ക്ഡ് ഇറ്റ് ആവും.
അയ്യോ എന്നുള്ളത് ഐ ആയി അല്ലേ? ആയി. അവിടെ എന്ത് ചെയ്യാ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചേർക്കുക? ഈഫ് ചേർക്കുക. ഇനി WH ക്വസ്റ്റ്യനില് ഇപ്പൊ WH ക്വസ്റ്റ്യനിൽ എന്തായി മാറും? ഇപ്പൊ വെൻ വിൽ ദേ അറൈവ്, അവര് എപ്പോഴാ എത്തുക? അപ്പൊ അവിടെ എന്താ വില്ല് എന്തായി മാറും? വുഡ് ആയിട്ട് മാറും. ഹി ആസ്ക്ഡ് വെൻ ദേ വുഡ് അറൈവ് ആവും. അതുപോലെ ഇല്ലേ, ഇവരെ പറഞ്ഞോന്ന് ഓർമ്മയില്ല, ഓക്സിലറി വേർബ് പൊതുവെ ഇതിൽ യൂസ് ചെയ്യില്ല. നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഓക്സിലറി വേർഡ് യൂസ് ചെയ്യും. അല്ലാണ്ട് നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഓക്സിലറി വേർബ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോ ഡയറക്റ്റ് സ്പീച്ചിൽ ഹൂ ഡസൻ ലൈക്ക് ചീസ് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീ ആസ്ക്ഡ് മീ ഹൂ ഡിഡ് ഇറ്റ് ലൈക്ക് ചീസ്. അവിടെ ഓക്സിലറി വേർബ് നമ്മൾ നെഗറ്റീവ് സെന്റൻസിൽ വരുമ്പോഴാണ് ഓക്സിലറി വേർബ് പൊതുവെ യൂസ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എനി ഡൗട്ട്? മനസ്സിലായി. നോട്ട്സ് ഒന്ന് നോട്ട്സ് എല്ലാരും ഒന്ന് ഗ്രൂപ്പിൽ ഇടണേ. ഓക്കെ മാം, താങ്ക് യു. പെട്ടെന്ന് പറഞ്ഞു പോകുന്നോണ്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. മാം, ഇമ്പരറ്റീവ്സ് ഞാൻ, കമറുനിസ, ഷീബ, ഞങ്ങൾ 3 പേരും കൂടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ഓക്കെ ശരി, ഞാൻ പറയാട്ടോ. പറയാവേ. ഓക്കെ. ഇതില് റിപ്പോർട്ട് സ്പീച്ചില് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞിരുന്നു ടേബിൾ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഈ ടേബിളില് ഐ ആൻഡ് യു എന്തായിട്ട് വരും? ഹി ഓർ ഷീ ആയിട്ട് വരും. ഓക്കെ, മീ ആൻഡ് യു ഹിം ഓർ ഹർ, മൈ ആൻഡ് യുവർ ഹിസ് ഓർ ഹർ. അത് ഓർത്ത് വെക്കാം. ഇനിയിപ്പോ ആയിഷ പറഞ്ഞ പോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലെ? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ വരാ? എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ആസ്ക്ഡ്. ആസ്ക്ഡ് എന്തായാലും വേണം, ചോദ്യം ആയത് കൊണ്ട് നമുക്ക് ആസ്ക്ഡ് തന്നെ വേണം. അതിന്റെ കൂടെ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. ഇഫ് ഓർ വെദർ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യണം. പിന്നെ ആയിഷത്ത് ചോദിച്ചത് ഡു യു ലൈക്ക് ഐസ്ക്രീം എന്നാണ്. അപ്പോ യു എങ്ങനെ ഐ ആയി എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം എന്നോടാണ് ചോദിച്ചത്. എന്നോട് ചോദിക്കുമ്പോ നമ്മൾ ഐ അല്ലേ പറയൂ. മനസ്സിലായോ? ഡു യു ലൈക്ക് ഐസ്ക്രീം എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഐ വന്നത്. അതാണ് യു മാറിയിട്ട് ഐ വന്നത്. ഓക്കെ, ഇനിയിപ്പോ അവിടെ വേറെ ആരോടെങ്കിലും ആണ് ചോദിക്കണമെങ്കിൽ അവനോ അവളോ ആണെങ്കിൽ അവിടെ ഹി ഓർ ഷീ ഒക്കെ ആയിരിക്കും വരാം. ഓക്കെ, ഇനി ടേബിൾ നോക്കാം. നൗ എന്താകും? then, ago, before, today, that day, tonight, that night. ഇങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞതിന് ശേഷം, ക്ലാസ് എടുത്തതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പൊ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസിന് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഇപ്പൊ ചോദിക്കുകയാണ് നിനക്ക് സീഡ്സ് ഇഷ്ടമാണ്, അത് ലൈക്ക് സീഡ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യമാണ്. നമ്മൾ പറയുമല്ലോ അല്ലെ, അവൻ എന്നോട് അങ്ങനെ ചോദിച്ചു എന്നാ പറയാ. ഓക്കെ, ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ചോദിച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹി ആസ്ക്ഡ് എന്ന് വരുന്നത്. ഹി ആസ്ക്ഡ്. ഓക്കെ, ക്ലിയർ? സ്റ്റേറ്റ്മെന്റ് ആകുമ്പോ മാറും. സ്റ്റേറ്റ്മെന്റ് ആകുമ്പോ അവൻ എന്നോട് പറഞ്ഞു എന്നാ പറയാ. അപ്പൊ ഹി സെഡ് ദാറ്റ് എന്ന് വരും. ക്വസ്റ്റ്യൻ ആകുമ്പോ ഹി ആസ്ക്ഡ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാലോ. ഓക്കെ, മിസ്സേ അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞേ. അതാണ് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. ഒരാൾ ചോദിക്കുന്നതാവുമ്പോ ആസ്ക് മാത്രം അങ്ങനെ വരുള്ളൂ. റിപ്ലൈ ആൻസർ ആണെങ്കിൽ ദാറ്റും കൂടെ വരും അല്ലേ? അങ്ങനെ നമ്മള് ചോദ്യമാണെങ്കിൽ ഹി ആസ്ക്ഡ്, അവിടെ ദാറ്റ് ഇല്ല. ഓക്കെ, ക്വസ്റ്റ്യന്റെ കൂടെ ദാറ്റ് ഇല്ല. ഹി ആസ്ക്ഡ്, ഓൺലി ഹി ആസ്ക്ഡ്, അത്രയും മാത്രമേ വരുള്ളൂ. ഇത് ഓക്കെയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതോ എന്റെ പേര് സാഗ. എനിക്ക് റിപ്പോർട്ടിങ്ങോ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു തന്നിരുന്നത്. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴാ വന്ന് അങ്ങനെ വൈഫൈ കണക്ട് ആയതേ ഉള്ളൂ. ഓക്കെ, സാഗ വേറെ ജോലി ഉണ്ട്. സാഗയുണ്ട്, വേറെ ആരോടും ഉണ്ടല്ലോ. ക്ലാസ് എടുക്കാൻ റെഡിയാണോ? ഓക്കെ ആണോ? ആ ഓക്കെ, എടുക്കാം. ഓക്കെ സാഗ പറയൂ. എന്നാണ് സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മിസ് ചെയ്യും. സാഗ ഓക്കെ ആണെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതിലേക്ക് പോവാം. ഇവരേറ്റസ് എടുക്കാം. ഓക്കെ, എല്ലാവരും വന്നിട്ട് ക്ലാസ് എടുത്താലും മതി. ഓക്കെ, ശരി. ഓക്കെ സാഗ,
അപ്പോ ഈ നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ 3 റിപ്പോർട്ടിംഗ് ഇംപേരേറ്റീവ്സ്. മാം ഷീബയും ഉണ്ടോ മാം ഇന്ന്? എന്തോ ഓക്കെ സ്റ്റാർട്ട്. ഉണ്ട്. ഷീബ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. Good morning, friends. What is an imperative? An imperative sentence that express some instruction or advice or makes some provision is called imperative. Imperative sentence എന്നാൽ ആജ്ഞ, അഭ്യർത്ഥന, ഉപദേശം, നിർദ്ദേശം എന്നിവ നൽകുന്ന വാക്യങ്ങളാണ്. ഒരു പ്രവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നതാണ് അത്. അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ആകുമ്പോൾ നമ്മൾ സിറ്റ് ഡൗൺ, സ്റ്റോപ്പ് ടോക്കിംഗ്, ക്ലോസ് ദ ഡോർ, കം ഹിയർ നൗ അങ്ങനെയൊക്കെ പറയും. റിക്വസ്റ്റ് ആകുമ്പോൾ നമ്മൾ പ്ലീസ് ഹെൽപ്പ് മീ, ഗിവ് മീ സം വാട്ടർ, വെയിറ്റ് ഫോർ എ മൊമെന്റ്. വാർണിംഗ് ആകുമ്പോൾ ഡോണ്ട് ഗോ നിയർ ദ ഫയർ, ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ റോഡ്. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ആകുമ്പോൾ ഷീബ പറയും മാം കുറച്ചൊക്കെ. അത്ര Okay, Shirley. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ശിവ പറഞ്ഞോളൂ. ഇമ്പറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ടിംഗ് സ്പീച്ച് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞോളാം. അപ്പോ ഇമ്പറേറ്റീവ് സെന്റൻസിലേക്ക് ചേഞ്ച് ആവുമ്പോ സെഡ് ടു എന്നുള്ളതെല്ലാം ഓർഡേർഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, സജസ്റ്റഡ് അങ്ങനെയൊക്കെ ആയിട്ട് മാറും. നമ്മള് സാധാരണ സെന്റൻസ് പറയുമ്പോൾ സെഡ് ദാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെഡ് ടു എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസില് ഓർഡേർഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, സജസ്റ്റഡ് ഇതേപോലെ വേർഡ്സ് ആയിട്ട് മാറി വരും. പിന്നെ ഇൻവെർട്ടഡ് കോമ റീപ്ലേസ് ചെയ്ത് വിത്ത് ടു എന്ന് ആയി മാറും. ഇൻവെർട്ടഡ് കോമ മാറ്റിയിട്ട് വിത്ത് ടു എന്ന് ചേർക്കേണ്ടി വരും. പിന്നെ ചേഞ്ച് ഹിയർ എന്നുള്ള വേർഡ് ദെയർ ആവും, ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആവും, ടുഡേ ദാറ്റ് ഡേ ആവും, യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും, ദിസ് ദാറ്റ് ആവും, നൗ ദെൻ ആവും, ടുനൈറ്റ് ദാറ്റ് നൈറ്റ് ആവും. പിന്നെ ഇതിന്റെ റൂൾസ്, ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ആദ്യം സബ്ജക്റ്റ് ആയിരിക്കും, ദെൻ റിപ്പോർട്ടിംഗ് വെർബ്, ദെൻ ഒബ്ജക്റ്റ്, ദെൻ വരുന്നത് ടു ആയിരിക്കും, പ്ലസ് V1 വെർബിന്റെ V1 ഫോം, പ്ലസ് റിമൈൻഡർ ഫോം ഓഫ് ദ സെന്റൻസ്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് കംപ്ലീറ്റ് യുവർ നോട്ട് ടു നൈറ്റ്. ടീച്ചർ സ്റ്റുഡൻസിനോട് പറഞ്ഞു നിങ്ങളുടെ നോട്ട് ഇന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ടീച്ചർ പറയുമ്പോൾ അതൊരു ഓർഡർ ആയിട്ട് എടുക്കാം. അപ്പോ ഇതിലെ സബ്ജക്റ്റ് എന്നുള്ളത് ദ ടീച്ചർ ആണ്. അപ്പൊ സബ്ജക്റ്റ് സെയിം തന്നെയാണ്, ദ ടീച്ചർ എന്ന് തന്നെ കൊടുക്കാം. പിന്നെ സെഡ് ടു എന്നുള്ളത് നമ്മൾ ടീച്ചർ ആയതുകൊണ്ട് ഓർഡേർഡ് എന്നുള്ള രീതിയിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ദ ടീച്ചർ സെഡ് ടു എന്ന് മാറ്റി ഓർഡേർഡ് എന്നാക്കണം. ദെൻ ദ സ്റ്റുഡൻസ് സെഡ് ടു ദ സ്റ്റുഡൻസ്. അപ്പൊ ദ ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ് ആദ്യം മാറ്റേണ്ടി വരും. പിന്നെ ഇൻവെർട്ടഡ് കോമ മാറ്റിയിട്ട് ടു ദ ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ് ടു എന്നാക്കി മാറ്റണം. ടു കംപ്ലീറ്റ് ദ യുവർ നോട്ട് എന്നുള്ളത് ദയർ ഹോംവർക്ക്. പിന്നെ ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ്. അത്രയും ചേഞ്ചസ് ആ സെന്റൻസിൽ വരും. ഒന്നോടെ പറയാം, സബ്ജക്റ്റ് ദ ടീച്ചർ ആണ്, ടീച്ചർ അങ്ങനെ തന്നെ തുടരുന്നു. സെഡ് ടു എന്നുള്ളത് ഓർഡേർഡ് എന്നാക്കി മാറ്റണം. അപ്പൊ ദ ടീച്ചർ ഓർഡേർഡ് ദ സ്റ്റുഡൻസ്, ദെൻ ഇൻവെർട്ടഡ് കോമ മാറ്റിയിട്ട് ടു എന്നാക്കി ചേർക്കണം. ടു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക് എന്നുള്ളത് ദയർ ഹോംവർക്ക്, ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ്. ഇത്രയും ചേഞ്ചസ് ആ സെന്റൻസിൽ വരുന്നു. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഇതിന്റെ ഫോർമാറ്റോ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒന്നുകൂടെ പറയാം. സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് V1 പ്ലസ് V1 എന്ന് വെച്ചാൽ വെർബിന്റെ ഫോമാണ്, ഫസ്റ്റ് ഫോമാണ്, പ്ലസ് റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഹി സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. അവൻ എന്നോട് പറഞ്ഞു
ഈ ഹോംവർക്ക് ചെയ്യാൻ എന്നെ സഹായിക്കാൻ. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാൻ. മൈ ഹോംവർക്ക്. അപ്പോ ഈ സെന്റൻസ് നമുക്ക് ഇമ്പറേറ്റീവ് സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹി സെഡ് ടു മീ എന്നുള്ളത് ഹി ആയ സബ്ജക്റ്റ് സെയിം തന്നെയായിരിക്കും. പ്ലസ് സെഡ് ടു മീ മാറ്റിയിട്ട് റിക്വസ്റ്റഡ് മീ എന്നാക്കി മാറ്റുന്നു. അതായത് റിക്വസ്റ്റഡ് ആണ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് മീ തന്നെ. ഓക്കെ, ഹി റിക്വസ്റ്റഡ് മീ. ഇനി ഇൻവെർട്ടഡ് കോമ മാറ്റിയിട്ട് ടു എന്നാക്കണം. ടു ഹെൽപ്പ് എന്നാക്കുക. ടു ഹെൽപ്പ് വിത്ത് മീ എന്നുള്ളത് ഹിം ആക്കി മാറ്റുന്നു. ഇനി വിത്ത് ഹിസ് ഹോംവർക്ക് എന്നുള്ളത് അല്ല, വിത്ത് മൈ ഹോംവർക്ക് എന്നുള്ളത് ഹിസ് ഹോംവർക്ക് ആക്കി മാറ്റുന്നു. ഒന്നോടെ പറയാം നമ്മുടെ ക്വസ്റ്റ്യൻ. ഹി സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. ഇതില് ഹി സെയിം തന്നെ, സെഡ് ടു മീ റിക്വസ്റ്റഡ് മീ എന്നാക്കി സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് മീ അതാക്കി. അത്രയുമാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഇൻവെർട്ടഡ് കോമയിലുള്ളത് പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക് എന്നാണ്. അതില് ഇൻവെർട്ടഡ് കോമ മാറ്റിയിട്ട് ടു ചേർക്കുന്നു. ടു ഹെൽപ്പ് പ്ലസ് നീം, ഹെൽപ്പ് ഹിം, മീ എന്നുള്ളത് അവിടെ ഹിം ആക്കി വിത്ത് മൈ ഹോംവർക്ക് എന്നുള്ളത് ഹിസ് ഹോംവർക്ക് ആക്കി. അപ്പോ ദ ക്വസ്റ്റ്യന്റെ ആൻസർ ഹി റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം വിത്ത് ഹിസ് ഹോംവർക്ക് എന്നാക്കി. ഓക്കെ, മനസ്സിലായോ? എനിക്ക് ഇത്രയൊക്കെയാണ് മനസ്സിലായത്. ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ പറഞ്ഞുതരാം. ഇനി എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. The gardener said to him, "Don't pluck the flower." Gardener അവരോട് പറഞ്ഞു, don't pluck the flower. ഫ്ലവർ പറിക്കാൻ പാടില്ല എന്ന്. ഇനി ഇതില് ദ ഗാർഡനർ ആണ് സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു ആണ്. അവിടെ സെഡ് ടു എന്നുള്ളത് നമുക്ക് വേറൊരു ഫോർമുലയ്ക്ക് മാറ്റേണ്ടി വരും. ഇൻസ്ട്രക്റ്റഡ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് യോജിക്കുന്ന രീതിയിൽ മാറ്റിയാൽ മതി. അപ്പൊ ദ ഗാർഡനർ എന്നുള്ള സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു മാറ്റി ഇൻസ്ട്രക്റ്റഡ് ആക്കി പ്ലസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഹിം ആണ്. ടു പ്ലക്ക്, നോട്ട് ടു ഡോൺ പ്ലക്ക് എന്നുള്ള ഇൻവെർട്ടഡ് കോമ മാറ്റിയിട്ട് ടു പ്ലക്ക് ദ ഫ്ലവർ. അവിടെ നോട്ട് ടു പിന്നെ ഉപയോഗിക്കുന്നില്ല. ദ ഗാർഡനർ ഇൻസ്ട്രക്റ്റഡ് ഹിം നോട്ട് ടു പ്ലക്ക് ദ ഫ്ലവർ. അതിൽ ചെറിയൊരു കൺഫ്യൂസിങ് വരുന്നുണ്ട് അവിടെ, ഡോൺ പ്ലക്ക് എന്ന് വന്നത് കൊണ്ട്. അപ്പൊ ഒന്നുകൂടെ അറിയാം. ദ ഗാർഡനർ ഇൻസ്ട്രക്റ്റഡ് ഹിം നോട്ട് ടു പ്ലക്ക് ദ ഫ്ലവർ. അപ്പൊ ഡോൺ എന്നുള്ളത് നോട്ട് ടു പ്ലക്ക് ദ ഫ്ലവർ എന്നാക്കി മാറ്റി. ഡോൺ പ്ലക്ക് ദ ഫ്ലവർ എന്നുള്ളത് നോട്ട് ടു പ്ലക്ക് ദ ഫ്ലവർ എന്നാക്കി മാറ്റി. അതിന്റെ ആൻസർ ദ ഗാർഡനർ ഇൻസ്ട്രക്റ്റഡ് ഹിം. ഒന്നുകൂടെ പറയാം. ഗാർഡനർ സബ്ജക്റ്റ് പ്ലസ് ഇൻസ്ട്രക്റ്റഡ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബ്, സെഡ് ടു എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് നമ്മളിവിടെ ഇൻസ്ട്രക്റ്റഡ് എന്നാക്കി. ദെൻ ഒബ്ജക്റ്റ് ഹിം. ദെൻ ബാക്കി പോർഷൻസിൽ ഇൻവെർട്ടഡ് കോമ മാറ്റിയിട്ട് ഡോൺ എന്നുള്ളത് നോട്ട് ടു എന്നാക്കി. നോട്ട് ടു പ്ലസ് V1 വെർബ് നോട്ട് ടു പ്ലക്ക്. ദെൻ റിമൈൻ പാർട്ട് ഓഫ് ദ വെർബ്, അതായത് പ്ലക്ക് ദ ഫ്ലവർ എന്നുള്ള പോർഷൻ. അത്രയാണ് ആ എക്സാമ്പിളിൽ എനിക്ക് മനസ്സിലായി. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അറിയെങ്കിൽ പറഞ്ഞുതരാം. ഇത്രയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്, മനസ്സിലായി. ചേച്ചി നോട്ട്സ് ഇടണേ മറക്കല്ലേ. കഴിഞ്ഞോ? ഇല്ല മാം, നെഗറ്റീവ് ഇമ്പരേറ്റീവ്സ് പറയാനുണ്ട്. നെഗറ്റീവ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല് ഡോണ്ടിൽ തുടങ്ങുന്ന വാക്യങ്ങളാണ് നെഗറ്റീവ് ഇമ്പരേറ്റീവ് സെന്റൻസസ്. അതിന്റെ സ്ട്രക്ചർ നോട്ട് ടു പ്ലസ് ബേസ് വെർബ്. ഇമ്പരേറ്റീവ് സെന്റൻസസിൽ ടു ചേർക്കുകയാണെങ്കിൽ നെഗറ്റീവില് നോട്ട് ടു ചേർക്കേണ്ടി വരും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ സെഡ് ഡോണ്ട് കീപ് ടോക്കിംഗ്. അത് ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് അസ് നോട്ട് ടു കീപ് ടോക്കിംഗ് എന്ന് വരും. ദ പോലീസ്മാൻ. ഒന്നും കൂടെ പറയൂ അത് ആ എക്സാമ്പിള്.
She said, don't keep talking. Don't keep talking എന്നുള്ള ഡബിൾ ഇൻവേർട്ടഡ് കോമയില് വരിക. അത് നെഗറ്റീവ് ഇമ്പരേറ്റീവ് ആയി വരുമ്പോ ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് us not to keep talking. ഡബിൾ ഇൻവേർട്ടഡ് കോമ ഒഴിവാക്കണം. Okay, okay. The policeman warned the driver. No, sorry, the policeman said to the driver, don't park here. Other, the policeman warned the driver not to park here. അവിടെ ഹിയർ എന്നുള്ളത് there ആയി വരും. മനസ്സിലാവുണ്ടല്ലോ? കൂടുതൽ എക്സാമ്പിൾ പറയണോ? ഒരു എക്സാമ്പിൾ Don't shout, the teacher said. The teacher told me not to shout. മോളോട് പണമുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് don't talk in the class, the teacher said. The teacher told us not to talk in the class. ഇത്ര മതിയോ? മതി കേട്ടാ. മതി മതി. മനസ്സിലായോ? മനസ്സിലായി. Okay. Reporting imperatives. Clear ആണല്ലോ? ഇതില് imperatives എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങളാണെങ്കിലും അല്ലെ എന്താണെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമുക്ക് പല രീതിയിൽ പറയാം. ഓക്കെ, റിക്വസ്റ്റ് ആകാം, കമാൻഡ് ആകാം, ഓർഡർ ആകാം, ബെഗ് ആകാം, അഡ്വൈസ് ആകാം, എന്തുവേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അഡ്വൈസ് ആണോ, റിക്വസ്റ്റ് ആണോ, കമാൻഡ് ആണോ, ഓർഡർ ആണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണോ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താണോ ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അഡ്വൈസ് ആണെങ്കിൽ നമുക്ക് ടീച്ചർ അഡ്വൈസ്ഡ് എന്ന് പറയാം. ഓക്കെ, ടീച്ചർ ആണ് പറയുന്നെങ്കിൽ ടീച്ചർ അഡ്വൈസ്ഡ് എന്ന് പറയാം. ഇനിയിപ്പോ റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റ് ടു എന്ന് പറയാം. അപ്പൊ എന്താണോ അവിടെ ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷ് ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം എന്താ റിപ്പോർട്ടിംഗ് ഒരു വേർഡ് അല്ലെ അത് നമ്മൾ ഏതാണ് നോക്കിയിട്ട് വേണം അവിടെ ആഡ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കാം കേട്ടോ. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, റിപ്പോർട്ടിംഗ് എക്സ്പ്ലനേഷൻസ് ഉണ്ടോ ക്ലാസ്സില്? ഗ്രൂപ്പ് നമ്പർ 4. മിസ്സേ ഹഫ്സത്തിനെ മാത്രം കിട്ടിയിട്ടുണ്ടായുള്ളൂ ആ ഗ്രൂപ്പില്, വേറെ ആരും വന്നിട്ടുണ്ടായില്ല. ഗ്രൂപ്പ് 1ഉം 4ഉം ആണ് ഇനി പറയാനുള്ളത്. 2ഉം 3ഉം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സില് 1ഉം 4ഉം പ്രസന്റ് ആയിരിക്കുമോ? യെസ് മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് നമുക്ക് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റും റിപ്പോർട്ടിംഗ് എക്സ്പ്ലനേഷനും രണ്ടും എടുക്കാം കേട്ടോ. അതുവരെയുള്ള നോട്ട്സ് എല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാ നമ്മുടെ സ്പീച്ച് എല്ലാം കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എന്ത് കൺഫ്യൂഷൻ ആണെങ്കിലും ക്ലിയർ ആകും. ഓക്കെ, ഇനി ക്ലാസ് എടുക്കുമ്പോ നമുക്ക് ക്ലാസ് നല്ല രീതിയിലൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ലാതെ നമുക്ക് വേറെ രീതിയിലൊക്കെ ക്ലാസ് എടുക്കാം. എൻജോയ് ചെയ്തോ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഐഡിയ പോലെ ഇരിക്കും. ഓക്കെ, കാരണം നമ്മൾ ഓരോ ക്ലാസ്സിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ അവരെല്ലാവരും ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്, ഡിഫറെന്റ് ആയിട്ടാണ് നിങ്ങളിപ്പോ ചെയ്തത്. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചേഴ്സ് ആണ് എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം. ക്ലാസ് എടുത്തതിൽ മോശമാണ് എന്നൊരു കുറ്റം ഞാൻ പറയുന്നല്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അവർ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലാസ് എടുത്തു എല്ലാവരും കേട്ടോ. ടെൻഷൻ ഉണ്ട്, ഫസ്റ്റ് ടൈം ആയതിന്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചുകൂടെ നേരത്തെ നമുക്ക് പോർഷനൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് തരേണ്ടതായിരുന്നു. നമ്മളെല്ലാം വൈകി, MDH മൊത്തം ലേറ്റ് ആണ്.
ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ഇനി ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളൂ ഈ പറയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിസിപ്പിൾ, അടുത്ത ചാപ്റ്റർ ആണ് കേട്ടോ പാർട്ടിസിപ്പിള്. നമ്മൾ ടെൻസ് പഠിച്ചില്ലേ? ടെൻസ് പഠിച്ചപ്പോ നമ്മൾ 3 ടെൻസ് പഠിച്ചു. നമ്മൾ 3 ഫോംസ് പറഞ്ഞു. V1, V2, V3 ഫോംസ് പറഞ്ഞു അല്ലെ? അതില് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓർക്കുന്നുണ്ടാവും അല്ലെ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അതിനെയാണ് ഈ 12th ചാപ്റ്ററിൽ പറയുന്നത്. പാർട്ടിസിപ്പിൾ എന്താണ്? ING ഫോം ആണ് പാർട്ടിസിപ്പിൾ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, വെയിറ്റിംഗ്, ഡ്രോയിങ്, റൈറ്റിംഗ്, റീഡിംഗ്, ഇതൊക്കെയാണ് എന്ത്? പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ING ഫോം ഉള്ളതാണ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് അത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ നോക്കാം. അത് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ പ്രസന്റ് ഓക്സിലറീസ് ആഡ് ചെയ്യണം. അതിന് കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അത് പ്രസന്റ് ആണെന്ന് മനസ്സിലാവാം. പാസ്റ്റ് ആണെങ്കിലോ പാസ്റ്റ് ഓക്സിലറീസ് നമ്മൾ ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് വരും, എങ്ങനെയായിരിക്കും ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? ആ ഒരു ഡൗട്ടാണ്. He dashed writing a letter yesterday. എന്തായിരിക്കും പറയാം? She was. എല്ലാരും പറഞ്ഞു എന്തായിരിക്കും? വാസ് ആണ്. മനസ്സിലായി അല്ലെ? അത് പാസ്റ്റ് ആണ്, ഇപ്പോൾ വാസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതാണെങ്കിലോ ഷീ ഈസ് ഡാഷ് a letter. എന്തായിരിക്കും പറയാം? റൈറ്റിംഗ്. റൈറ്റിംഗ്, റൈറ്റിംഗ് വരാം. പിന്നെ എന്തൊക്കെ വരാം? വായിക്കാന്ന് പറയാലോ അല്ലെ? റീഡിങ് വരാം അല്ലെ? റൈറ്റിംഗ്, റീഡിംഗ് ഒക്കെ നമുക്ക് വരാൻ പറ്റും. അവിടെ ആഡ് ചെയ്യാൻ പറ്റും. എന്താണ് വരേണ്ടത് ശരിക്കും? ING ഫോം അല്ലേ വരേണ്ടത് അല്ലെ? അത് മനസ്സിലായില്ലേ? ING ഫോം ആണ് വരേണ്ടത്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. അതായത് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ING ഫോം ആണ്. നമ്മൾ ഓൾറെഡി ടെൻസ് പഠിച്ചപ്പോ പഠിച്ചതാണ്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? വേറെ ഡൗട്ട്സ് ഒന്നുമില്ല ഇനി? ഓക്കെ ആണ്. ദെൻ ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്ന് വേറെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോ ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞു. ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ. അവിടെ ലെറ്റർ എഴുതാണ്. നമുക്ക് ഇതിന് ചോദ്യം ചോദിക്കണം. എഴുതാണോ അല്ലെ? ഒരു ചോദ്യമല്ലേ? എഴുതാണോ എന്നൊരു ചോദ്യം വേണം. അപ്പൊ എങ്ങനെയാ നമ്മൾ ചോദിക്കാം? അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ടാഗ് എന്ന് പറയുന്നത് എങ്ങനെ ചോദിക്കും? Isn't she? Isn't she ആണ്. കാരണം ഓൾറെഡി ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുന്ന ആ സെന്റൻസിൽ ഓക്സിലറി ഉണ്ട്, ഈസ് ഉണ്ട്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോട്ട്ബുക്കിൽ എടുത്ത് എഴുതി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് ഹെഡിങ് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ്, അതായത് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവും, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഷീസ് റീഡിംഗ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. ഈസ്, അവിടെ നെഗറ്റീവ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ ഷീസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഈസ് ഇൻ ഷീ, ഈസിന്റെ കൂടെ നെഗറ്റീവ് ചേർക്കുക. അതിനുശേഷം സബ്ജക്ട് എന്താണ് അത് ആഡ് ചെയ്യുക. ഓക്കെ, ഈസ് ഇൻ ഷീ എന്നാ വരാം. ഇനിയിപ്പോ ഷീസ് നോട്ട് റീഡിംഗ് എന്നാണെങ്കിലോ ഷീസ് നോട്ട് റീഡിംഗ് എന്നാണെങ്കിൽ എന്ത് വരും? Is she? Is she വരും. ഇനി they are coming ആണെങ്കിൽ Aren't they? aren't they? Okay, aren't they ആണ്. They are not coming ആണെങ്കിൽ Are they? are they. ഇനിയിപ്പോ അപ്പൊ ഈസ് പഠിച്ചു,
ആറ് പഠിച്ചു. ഈ ടേബിൾ നോക്കാം കേട്ടോ. ഈസ് ആണെങ്കിൽ ഈസിന്റെ വരും, ആം ആണെങ്കിൽ ആറിന്റെ വരും. ഓക്കെ, ശ്രദ്ധിക്കുക, ആം ആണെങ്കിൽ ആറിന്റെ വരും. ഇനിയിപ്പോ ആം നോട്ട് ആണെങ്കിൽ നോട്ടോ orange, നോട്ട് റീഡിങ് എന്നാണ്. വായിക്കുകയല്ല, നോട്ട് റീഡിങ്. ആം ഐ എന്നാണോ? orange, ആമൈ വരും കേട്ടോ. എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്, കൺഫ്യൂഷൻ വരുന്നതാണ്, ശ്രദ്ധിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ആം ആണ് വരുന്നെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ആറേഞ്ച് വരും, നെഗറ്റീവ് വരും. ഒരിക്കലും അൺനോട്ട് വരില്ല, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞ അൺനോട്ട് അല്ല, ആറേഞ്ച് വരും. ഇനിയിപ്പോ അൺനോട്ട് ആണെങ്കിൽ നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അത് എന്തായിരിക്കും വരാം? ആമായി. ഇത് എവിടെയെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, ആമായി വരും. ആറാണെങ്കിൽ ആറിന്റെ, വാസ് ആണെങ്കിൽ വാസ് ഇറ്റ്, വേർ ഇറ്റ്, ഹാസ് ഇറ്റ്, ഹാവ് ഇറ്റ്, ഹാഡ് ഇറ്റ്, ഡു, ഡോണ്ട്, ഡസ് ഇറ്റ്. ഇതൊക്കെ അറിയാലോ, ഈ ടേബിൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. He went to school. ഇവിടെ എന്തായിരിക്കും ടാഗ് വരാം? He went to school. didn't he? Yeah, didn't he? കാരണം അത് past tense ആണ്. അപ്പൊ നേരിട്ട് നമുക്ക് കാണുമ്പോൾ, ഡയറക്റ്റ്ലി കാണുമ്പോൾ ഓക്സിലറീസും ഇല്ലെങ്കിൽ അത് ഏത് ടെൻസ് ആണോ അതിന്റെ ഓക്സിലറി എടുത്തിട്ട് വേണം നമ്മൾ ടാഗ് മേക്ക് ചെയ്യാൻ. ഓക്കെ, ഇവിടെ he went വന്നത് കൊണ്ട് ഇത് പാസ്റ്റ് ആണ്, സോ did ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് he plays cricket. doesn't he? ഡോണ്ട് ആണോ ഡസിന്റ് ആണോ ഡൗട്ട്. doesn't he? Don't അല്ല, അതായത് സിംഗുലർ സബ്ജക്റ്റ് കൂടെ വരുന്നത് ഡസ് ആണ്, മറക്കരുത്, ഡസ് ആണ്. അപ്പോ doesn't he. ഓക്കെ, ഇനിയിപ്പോ they play cricket ആണെങ്കിലോ ഡു ദേ വരുമോ? don't they? don't they. ഡോണ്ട് ദേ. ഓക്കെ, കൺഫ്യൂഷൻ വരുന്നു. കൺഫ്യൂഷൻ വരുന്നുണ്ടോ? തെറ്റിപ്പോ. കാരണം എന്തായാലും ഇതൊന്നും കൂടെ പറയോ? ഡെസ് വരുമ്പോ സിംഗുലർ, ഡിഡ് അതൊന്ന് പറഞ്ഞേ, എന്ന് നോട്ട് ചെയ്യണം. അതിപ്പോ പറഞ്ഞില്ലേ? പ്രസന്റ് ടെൻസിലാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ആണ് വരാ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു. അതായത് ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഡസും ഐ, യു, വി, യുടെ കൂടെ ഡു ആണ് വരാ. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിളും ടാഗ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ they don't play cricket എന്നാണെങ്കിൽ do they? ഡു ദേ വരും. കേട്ടോ, അങ്ങനെയേ വരുള്ളൂ. അപ്പോ he doesn't ആണെങ്കിൽ does he? Does he വരും. അപ്പൊ അവിടെ നെഗറ്റീവ് ആണ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ കറക്റ്റ് ഒരു ഓക്സിലറി അവിടെ ഉണ്ടാകും, മനസ്സിലായോ? പോസിറ്റീവ് ആണെങ്കിൽ ആണ് ഓക്സിലറീസ് ഒന്നും ഇല്ലാതെ. അതാണ് കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ടാഗ് ഏകദേശം ടാഗ് ക്ലിയർ ആയില്ലേ? ഒരു കാര്യം ചെയ്യാം, ടാഗില് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്. ഇതൊക്കെ ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാം. കുറച്ച് നമുക്ക് പറയാം കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, ഹീസ് നോട്ട് ഹിയർ. ഹീസ് നോട്ട് ഹിയർ. Isn't he? ഓ, തമന്ന ഓക്കെ, നോട്ട് കണ്ടില്ല. നോട്ട് കണ്ടില്ല, ഇങ്ങനെ കാണരുത്.
ശ്രദ്ധിക്കണം കേട്ടോ, എക്സാമിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പല മാറ്റങ്ങളും വരും. നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഹി ഈസ് നോട്ട് ഹിയർ, ഈസ് ഹി. കൺഫ്യൂസിങ് ആകാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. എന്നിട്ട് പറയും അയ്യോ മിസ് തെറ്റിപ്പോയി മിസ് എന്ന് പറഞ്ഞ കാര്യമില്ല. ഓക്കെ, then Mini is in the class. Is in the she. Is in the she. Is in the she. Yeah, is in she. Sam eats too much. Does Does in the in the she. Does in the he. Yeah, doesn't he? Simi does not eat much. does Does She. Does she? Yeah, does she? You should not smoke. should he. Should he? Should. Should you? അത്രേ ഉള്ളൂ. You തന്നെയാണ് കേട്ടോ. You തന്നെയാണ്. Should you? She has finished. Hasn't he. Hasn't she? Hasn't she? Varun has not finished the work. Has he. Has he? Hasn't he? Okay. He And can. has not. He. Sorry, എനിക്ക് mistake വന്നു. Has he? Sorry. മിസ്സേ, ഒന്നാമത് ഞങ്ങള് ജഗമൊക്കെ mistake വച്ചാ. Okay. Then he sang well. didn't he? Doesn't he. Prasiva. Didn't he? Didn't he? Didn't he? Yeah. Sang faster. Oh. Did ആണ് കേട്ടോ. Didn't he? Laila did not sing well. Did she? Yeah. Did she? She has been to Switzerland. Hasn't he. Hasn't she? hasn't she. Okay, wait. Okay, then she has not been to England. Has she. Has she? They walk very fast. Do they. Do they? Yeah, they do not walk very fast. Do they. Do they? Didn't they. They walk very fast. Do they. Don't They they? walked or walked. Don't they? Okay, don't they? They do not walk very fast. Do they. Do they? Okay. Okay, then I didn't hurt you. Did I. Did I? Yeah, did I? I'm a little late. Aren't I. Didn't I? Didn't I? Are I? Aren't I. Aren't I? Yeah, aren't I? Okay. I'm not late. Am I? Yeah, am I? Okay. ഇത്രയേ ഉള്ളൂ. Okay ആണോ? മനസ്സിലായോ? ലിറ്റിൽ വരുമ്പോ അത് നെഗറ്റീവ് ആയിട്ട് കൂട്ടുവോ? ലിറ്റിൽ വരുമ്പോ നെഗറ്റീവ്. അത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അത് കേട്ടോ. ലിറ്റിൽ വരുമ്പോ എല്ലാ ലിറ്റിലും പെടില്ല. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കാട്ടോ. സ്ക്രീനില് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന നോക്കിയേ, എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതില് സെക്കൻഡ് വൺ നോക്കിയേ, ലിറ്റിൽ. Sending negative words like little, few, hardly, scarcely, rarely and seldom. ഇതെല്ലാം എന്താണ്? നെഗറ്റീവ്സ് ആയിട്ടാ കാണുന്നത്. ഓക്കെ, ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റേർലി നെഗറ്റീവ് ആയിട്ടാ കാണുന്നത്. സെന്റൻസിൽ എങ്ങനെ വന്നാല് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. വരേണ്ട സ്റ്റാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോ എ ഫ്യൂ, എ ലിറ്റിൽ ആണെങ്കിൽ അതെന്താണ്? സ്റ്റിക്കിൽ പോസിറ്റീവ് ആണ്. സോ
നമുക്ക് നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യും. മനസ്സിലായോ? ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി ഒക്കെയാണ് വരുന്നതെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയിരിക്കും. അവിടെ നോട്ടിന്റെ ആവശ്യമൊന്നും വേണ്ട എന്നാ പറയുന്നത്. നോട്ടിന്റെ ആവശ്യമൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു വേർഡ് ഏതെങ്കിലും ഒരു കീവേഡ് വന്നാൽ മാത്രം മതി, ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ വരേണ്ട ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനിയിപ്പോ എ ലിറ്റിൽ എ ഫ്യൂ, ഒരു എ വന്നു അല്ലെ, എ ലിറ്റിൽ എ ഫ്യൂ എന്നാണ് വരുന്നതെങ്കിൽ ആ ടാഗ് എന്താണ്? പോസിറ്റീവ് ആണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവിടെ പറയാനില്ല, ടാഗ് പോസിറ്റീവ് ആണ്. സോ അല്ല, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. സോ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോ ഇവിടെ ഈ ക്വസ്റ്റ്യനില് വന്നിരിക്കുന്നത് എന്താണ്? ആം എ ലിറ്റിൽ ലേറ്റ്. ആം എ ലിറ്റിൽ ലേറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ് ടാഗ്. സോ നമുക്ക് യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോ ആം എ ലിറ്റിൽ ലേറ്റ് എന്ന് പറയുമ്പോൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഒത്തിരിക്കുള്ള ഇതൊക്കെ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ ആണോ? പറയൂ. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും പറയോ? ഇപ്പൊ പറഞ്ഞ എക്സാമ്പിള് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ, അത് നന്നായിട്ട് വായിച്ചു നോക്കാം. മാം എ ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവ് എന്നാണോ പറഞ്ഞത്, പോസിറ്റീവ് എന്നാണോ പറഞ്ഞത്? പോസിറ്റീവ് ആണ്. എ ലിറ്റിൽ പോസിറ്റീവ് ആണ്. എ ലിറ്റിലും എ ഫ്യൂ പോസിറ്റീവ് ആണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കും എല്ലാവരും. ഫസ്റ്റ് വന്നിരിക്കുന്നത് ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി. ഞാൻ ടെക്സ്റ്റ് ചെയ്യണോ? ഈ കീവേഡ്സ് ഒക്കെ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇതൊക്കെ ഒരു കണ്ടാല് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെച്ചാൽ മാത്രം മതിയേ. എ ഫ്യൂ ആണെങ്കിൽ പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറയാനുള്ളൂ. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്താൽ മാത്രം മതി. അത്രയൊക്കെ ഉള്ളൂ. അതിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം എക്സാമിന്. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനില്ല. ഇനി പറയാനുള്ളത് ഫ്രേസൽ വേർബ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയ ഫ്രേസൽ വേർബ് ഞാൻ ക്ലാസ്സിൽ പറയാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ തേഴ്സ്ഡേ വരുമ്പോ, തേഴ്സ്ഡേ എന്നല്ല എപ്പോഴാണെങ്കിലും ഞാൻ ചിലപ്പോ കയറി വരാം, പറയാൻ പറ്റില്ല. ടീച്ചേഴ്സ് ലീവ് ആകുമ്പോ ആരൊക്കെയാണ് കയറി വരാൻ പറയാൻ പറ്റില്ല. സോ എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇനി ഗ്രൂപ്പ് നമ്പർ 1 and 4 ഉള്ളൂ. അവരോട് കഴിഞ്ഞാല് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. സോ അതിനുശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും വരില്ല. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയട്ടെ. ഓക്കെ. ഒരു മോണ്ടിസോറി അപാരതം. നവംബറിൽ ഒരു ദിവസം അങ്ങ് ക്ലാസ്സിൽ കയറി. എന്തൊക്കെയോ കേട്ടു. നമുക്ക് കേട്ടു നോക്കാം. ഒരു സന്തോഷം. പ്രയർ, സൈൻ ഇൻ, സൈൻ ഔട്ട്. കൊള്ളാം പരിപാടി. കാണാനും കേൾക്കാനും ഒത്തിരി. നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങണം, റെക്കോർഡ് തുടങ്ങണം എന്നൊക്കെ മിസ്. സമയമുണ്ടല്ലോ, ചെയ്യാം. കുറച്ചു തുടങ്ങിയവരും ചെയ്തു തീർത്തവരും ഒട്ടും ചെയ്യാത്തവരും അങ്ങനെ നീളുന്ന താരനിരയിൽ പെട്ടെന്ന് ഒരു ദിവസം പ്രാക്ടിക്കൽ സെഷൻ വിളിച്ചു. ഇനി അധികം സമയം ക്ലാസ് ഉണ്ടാവില്ല. എക്സാം ആവാനായി എന്നറിഞ്ഞതോടെ മണിച്ചിത്രത്താഴിലെ ഗംഗയെ പോലെയായി പലരും. ഏതാണ് ആ മനോരോഗി എന്ന് കണ്ടുപിടിക്കാൻ ഭർത്താക്കന്മാരും മക്കളും ഓരോ വീടുകളിൽ. 5 റെക്കോർഡിന് നടുവിലിരിക്കുന്ന ഭാര്യ. ചാർട്ടുകൾ ഓരോന്നായി മുറിയിൽ. മുത്തുകൾ അലങ്കരിച്ച ആഭരണപ്പെട്ടി. മുത്തേ, ഒരു ചായ. അമ്മേ, എന്റെ പെണ്ണെവിടെ? അപ്പോ മോണ്ടിസോറി പഠിക്കുന്ന ഭാര്യയും അമ്മയുമായ നമ്മൾ. ഇന്നേക്ക് നാലാം ദിവസം. എനിക്ക് ഇതൊക്കെ തീർക്കേണ്ടതുള്ളത് കൊണ്ട്, എക്സാം വരുന്നത് കൊണ്ടും ഒരാളും എന്നോട് ഒന്നും ഇനി ചോദിക്കേണ്ടതില്ല. എന്റെ ബീച്ചേ, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ കൊന്ന് സംഹാര നടനമാടിടുവേ. മോനെ, കയ്യിന്ന് പോയടാ. എന്റെ മോണ്ടിസോറി ദൈവങ്ങളെ, ഈ എക്സാം ഒന്ന് വേഗം തീർത്തു തരണേ. ഞങ്ങളുടെ പ്രിയങ്കരിയായ അച്ചുമിസിനും എന്റെ ഹെഡ് ബിറ്റായ കിഡൂസിനും താങ്ക്സ്. സൈൻ ഔട്ട് ബൈ പ്രസീത ഫ്രം തൃശൂർ. Okay, Priscilla. So thank you all. See you on the next class. Okay, bye. Thank you, Miss. Thank you.
Okay, just wait again. പോയോ എല്ലാവരും? Just wait again. പോവല്ലേ? കേൾക്കുന്നുണ്ടോ? പോവല്ലേ പോലെ? അപർണ മിസ് എന്തോ പറയാൻ വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറയാൻ പറഞ്ഞത്. പോവരുന്നിട്ടോ ആരും? വെയിറ്റ് ചെയ്യൂ. എന്താ മാം? പറയൂ മാം. കൊടുക്കാം. അപർണ മിസ് എന്തോ പറയാൻ വരുന്നുണ്ടെന്ന്. Good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Okay. നെക്സ്റ്റ് ബുധനാഴ്ചയും അതേപോലെ തന്നെ വ്യാഴാഴ്ചയും മോർണിംഗ് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ. വ്യാഴാഴ്ച കുറച്ച് നേരം കൂടുതൽ ഉണ്ടാവും പ്രാക്ടിക്കൽ ക്ലാസ്. മേ ബി ഒരു എന്താ പറയാ ഒരു 1 o'clock വരെയൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ വ്യാഴാഴ്ച. ഓക്കെ, 1.5 hours ഉണ്ടാവും. അത് അശ്വതി മിസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. PG ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാൻ പറ്റും. അശ്വതി മിസ്സിന് അറിഞ്ഞൂടെ? PGയിലെ കുട്ടികൾക്ക് അശ്വതി മിസ് ആയിരിക്കും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ പോർഷൻസ് ആണ് മിസ് എടുക്കുന്നത്. അതേപോലെ വ്യാഴാഴ്ച വൈകുന്നേരം ജിഷ് ടീച്ചറിന്റെ ഒരു സെഷനും കൂടി ഉണ്ടാവും പ്രാക്ടിക്കൽ ക്ലാസ്സിനെ കുറിച്ചിട്ട്, പ്രാക്ടിക്കൽ ഏരിയനെ കുറിച്ചിട്ട്. വ്യാഴാഴ്ച ജിഷ് ടീച്ചറിന്റെ ഒരു സെഷനും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് 3 ക്ലാസ് ആയിരിക്കും. ഇനി പ്രാക്ടിക്കൽ ലൈവ് പ്രാക്ടിക്കലിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രാക്ടിക്കലിന് മുമ്പായിട്ടുള്ളത് വെനസ്ഡേ തേഴ്സ്ഡേ 2 ക്ലാസ് കേട്ടോ. മറക്കരുതേ, ഫ്രൈഡേ നമുക്ക് ഹോളിഡേ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am.